ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സെൽഫ് ലവ് ആട്ടോ. അപ്പൊ രാവിലത്തെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞു. അപ്പൊ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരവുമായി കിച്ചണിലേക്ക് ഓടി ചെന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാല് കുറച്ച് പഴവും ശർക്കരയും ഒക്കെ എടുത്ത് ഓട്സ് പൊടിച്ച് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് പാല്, നെയ്യ് ഇത്രേ ഉള്ളൂ. ഹെൽത്തി ആയിട്ടൊരു മഫിൻ ആട്ടോ. അപ്പോൾ അതിനായിട്ട് മഫിൻ മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് ഞാനൊരു 150 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ആണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മുടെ മഫിൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറി കിട്ടണം. ശരിക്കും ഞാൻ നേരത്തെ വ്ലോഗുകളിലൊക്കെ ഇട്ടിട്ടുണ്ട്. മെയിൻ വ്ലോഗുകളിൽ ഞാൻ ഡയറ്റിലും കാര്യത്തിലൊക്കെ ആണെന്ന്, അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും ഇല്ലേ കുറച്ച് ക്രേവിങ്സ് ഒക്കെ. അപ്പൊ പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കഴിച്ചത് ബേരാപ്പിളാണ്. ഇതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. പിന്നെ ഒരു ദാൽ സൂപ്പ് പോലെ ഉണ്ടാക്കി. അപ്പോഴേക്കും നമ്മുടെ മഫിൻസ് നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട്. തൊട്ടാ തന്നെ അപ്പോഴേ ഇളകി വരും കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കൂടെ ഞാൻ ഒരു ശർക്കര കാപ്പി ഇട്ടിട്ട് നമ്മുടെ ബിഗ് ബോസ് കാണാതിരിക്കുകയാണ്. ഞാനൊരു ബിഗ് ബോസ് അഡിക്റ്റ് ആണെന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അടിപൊളി മഫിൻ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ എന്റെ വൈകുന്നേരം വരെയുള്ള ആഹാരം. പിന്നെ പോയി ഉണങ്ങിയ തുണിയൊക്കെ എടുത്തിട്ട് വൈകുന്നേരം കുറച്ച് അവിടെ ഒന്ന് വായി നോക്കി നിന്ന് തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ നന്നായി ഒന്ന് കുളിച്ചു, ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഡിന്നറിനായിട്ട് കോഴിക്കാല് കറി, കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ കോഴിക്കാല് വെച്ചതും പിന്നെ ചപ്പാത്തിയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വിരിഞ്ഞു നിൽക്കുന്ന രാത്രി മുല്ലയുടെ അടുത്ത് ചെന്ന് ഒന്ന് ആസ്വദിച്ചിട്ട് തിരിച്ച് ഗുഡ് നൈറ്റ്.